മേഖലയിലെ നിലവിലെ വെല്ലുവിളികൾക്കിടയിലും ഭാരതം കുവൈറ്റ് ബന്ധം അതീവ കരുത്തോടെ തുടരുന്നതായി ഇന്ത്യൻ സ്ഥാനപതി പരിമിത ത്രിപതി. കുവൈറ്റിലെ ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ എംബസി വിപുലമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. യാത്രക്കാർക്കായി ഒരുക്കിയ പ്രത്യേക വിമാന സർവീസുകൾ ഉൾപ്പെടെയുള്ള സുപ്രധാന വിവരങ്ങൾ ഇന്ത്യൻ അംബാസിഡർ പരിമിത ത്രിപതി വാർത്താസമ്മേളനത്തിലൂടെ വിശദീകരിച്ചു. 28 മുതൽ മേഖലയിൽ നിലനിൽക്കുന്ന പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് കുവൈറ്റിലെ 10 ലക്ഷത്തിലധികം വരുന്ന ഇന്ത്യൻ സമൂഹത്തിന്റെ സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണനയെന്ന് അംബാസിഡർ പരിമിത ത്രിപതി പറഞ്ഞു. ഉയർന്ന നയതന്ത്ര തലത്തിൽ ഇരു രാജ്യങ്ങളും നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കുവൈറ്റ് അമീറും തമ്മിൽ ഈ മാസം നടന്ന ടെലിഫോൺ സംഭാഷണത്തിൽ മേഖലയിലെ സമാധാനത്തിനായുള്ള സംയുക്ത ശ്രമങ്ങൾ ചർച്ചയായി. കുവൈറ്റിന്റെ പരമാധികാരത്തിന് നേരെയുള്ള ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. യാത്രാക്ലേശം പരിഹരിക്കാൻ സുപ്രധാന നീക്കങ്ങളാണ് എംബസി നടത്തുന്നത്. Indian nationals had been going over to Saudi Arabia and to Riyadh, Dammam to catch flights. But now we have worked in close coordination with the Jazeera Airways, which is one of the designated national carriers of Kuwait. And we have got very prompt response from the DGCA in India, our foreign ministry, the Ministry of External Affairs in India, the Ministry of Civil Aviation in India, and we are happy to tell you that now there will be flights to India to 6 destinations in India to begin with. വ്യോമപാതകൾ അടച്ച പശ്ചാത്തലത്തിൽ ജസീറ എയർവേസുമായി സഹകരിച്ച് ഈ മാസം 20 മുതൽ പ്രത്യേക വിമാന സർവീസുകൾ ആരംഭിക്കും. കുവൈറ്റിൽ നിന്ന് റോഡ് മാർഗം യാത്രക്കാരെ സൗദിയിലെ അൽ ഖൈസുമ വിമാനത്താവളത്തിൽ എത്തിച്ച ശേഷമായിരിക്കും കൊച്ചി, ചെന്നൈ, മുംബൈ, ഡൽഹി തുടങ്ങി 6 ഇന്ത്യൻ നഗരങ്ങളിലേക്ക് സർവീസ് നടത്തുക. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ലുലു ഗ്രൂപ്പ്, കുവൈറ്റ് എയർവേസ് എന്നിവയുമായി സഹകരിച്ച് ഇന്ത്യയിൽ നിന്ന് അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നുണ്ട്. വിസിറ്റ് വിസകൾ 1 മാസത്തേക്കും റെസിഡൻസി പെർമിറ്റുകൾ 3 മാസത്തേക്കും കുവൈറ്റ് അധികൃതർ നീട്ടി നൽകിയിട്ടുണ്ട്. Kuwait Airways has been pivotal again, along with the Lulu Group, to source fresh produce from India, which includes fresh vegetables, fruits, and meat from Delhi, Kochi. So far, I think there were 3 flights, and as and when required, there will be more flights to get these fresh produce from India. യുദ്ധസമാനമായ സാഹചര്യങ്ങൾക്കിടയിലും കുവൈറ്റിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് ആശ്വാസമേകുന്നതാണ് ഇന്ത്യൻ എംബസിയുടെ ഈ സജീവ ഇടപെടലുകൾ. വരാനിരിക്കുന്ന പെരുന്നാൾ, വിഷു ആഘോഷങ്ങൾ മേഖലയിൽ സമാധാനം കൊണ്ടുവരട്ടെ എന്ന ആശംസയോടെയാണ് എംബസി വാർത്താസമ്മേളനം അവസാനിപ്പിച്ചത്. I wish you in advance a very blessed and joyous Holi, and I really hope that the festival would bring or would show the way for better days to come very soon. And Eid Mubarak to all of you. സുജിത് സുരേഷൻ, ജനം, കുവൈറ്റ്.